വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രി OR കേളു മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ യോഗത്തിന് ശേഷം ആ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ തീരുമാനം അല്പസമയത്തിനകം അവിടുത്തെ ജനക്കൂട്ടത്തോട് മന്ത്രിയും മറ്റുള്ള ജനപ്രതിനിധികളും നാട്ടുകാരെ അറിയിക്കും എന്ന് കരുതാം. നേരത്തെ വനമന്ത്രി പറഞ്ഞത് അർഹമായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകും. അതുപോലെ ആ മയക്കുവെടി വെച്ചോ കൂട് വെച്ചോ ആ കടുവയെ പിടികൂടി അവിടെ നിന്ന് മാറ്റും. ഈ കാര്യങ്ങൾ ഇതിനോടകം തന്നെ വനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. എവിടെ വെച്ച് ആക്രമിച്ചു എന്നതല്ല പ്രശ്നം, അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് വനമന്ത്രി പറഞ്ഞത്. ഒരുപക്ഷെ ആ തീരുമാനമായിരിക്കാം ഇവിടെ മന്ത്രി OR കേളു ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. അവിടെ നാട്ടുകാർ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുമോ എന്ന് നമുക്ക് നോക്കാം. മന്ത്രി OR കേളു സംസാരിക്കണമെന്നുള്ള ആവശ്യമാണ് ഒരു വിഭാഗം നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടക്കുകയാണ്. യോഗത്തിനിടയിലാണ് ഒരു വിഭാഗം ആളുകൾ ഇക്കാര്യം ഉന്നയിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇവിടെ തന്നെയാണുള്ളത്. ഇവിടെ ഈ എസ്റ്റേറ്റിന്റെ മുൻഭാഗത്തായി, ഓഫീസിന്റെ മുൻഭാഗത്തായി തന്നെയാണ് മൃതദേഹം നിലവിലുള്ളത്. അകത്ത് ഈ യോഗങ്ങൾ നടക്കുന്നു. പക്ഷേ ആ യോഗമല്ല, ശാശ്വത പരിഹാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്. ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ജനപ്രതിനിധികൾക്ക് മുമ്പാകെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം തന്നെ പറയുന്നത് ആ വാദമാണ്. അതിനെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ, ആ തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മന്ത്രി OR കേളു ഇവിടെ ഉണ്ട്. അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അല്ല സുജിത്ത്, ഇതിനോടകം തന്നെ ഈ കടുവയെ മയക്കുവെടി വെച്ചോ കൂടുവെച്ചോ പിടികൂടാനുള്ള തീരുമാനം അതൊരു ഉത്തരവായി തന്നെ നൽകിയിട്ടുണ്ടെന്ന് വനമന്ത്രി പറഞ്ഞല്ലോ. അക്കാര്യമായിരിക്കുമല്ലോ ഇപ്പോൾ OR കേളുവിനും പറയാനുള്ളത്. അത് തൃപ്തികരമല്ല എന്നാണോ നാട്ടുകാർ പറയുന്നത്, അവിടുത്തെ പ്രതിഷേധക്കാർ എന്താണ് മന്ത്രി OR കേളു എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. നേരത്തെ അല്പസമയം ഒരു യോഗം ചേർന്നു. ആ യോഗവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു വിഭാഗം ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് അല്പസമയത്തിന് കേൾക്കാം. മന്ത്രി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് ആളുകളും ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ആളുകളെ സംബന്ധിച്ച് ഇനി എന്താണ് പ്രഖ്യാപനം വരാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത്. മന്ത്രി OR കേളു സംസാരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. പ്രതിഷേധക്കാരെ സമാധാനിപ്പിക്കുന്നുണ്ട്. മറ്റ് പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളുമൊക്കെ മിനിസ്റ്റർ വിശദീകരിക്കുമെന്ന് കരുതാം. അല്ല ഇത് കേക്ക് ഒരു മിനിറ്റ് പറയട്ടെ എങ്ങനെയാണോ പറയുന്നത് ചെവി കേൾക്കണ്ടേ? മിനിസ്റ്ററെ, തൊഴിലാളികളെ ഒരു മാസം മുറുക്കി തുപ്പണ പൈസ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു മനുഷ്യന്റെ ജീവന്റെ വില.
അത് മിണ്ടല്ലേ ആ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ചാനൽ മന്ത്രിക്ക് ഈ ഘട്ടത്തിലും ഇതിലൊരു വിശദീകരണം നൽകാൻ കഴിയാത്ത തരത്തിൽ അവിടെ ജനക്കൂട്ടത്തിന്റെ പ്രതിഷേധമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ വനം വകുപ്പിന്റെ തീരുമാനം നേരത്തെ വനമന്ത്രി പറഞ്ഞിരുന്നു. അത് ഇതുപോലൊരവസ്ഥ വരുമ്പോഴാണ് മന്ത്രി വരുന്നത്.